ഇത് നമ്മുടെ രാവിലത്തെ പണിയുടെ ബാക്കിയാട്ടോ. ബാക്കിയെന്ന് പറഞ്ഞാൽ കോഴികളുടെ പരിപാടി കഴിഞ്ഞാൽ നേരെ വന്നത് നമ്മുടെ പോത്തിൻ്റെ അടുത്തേക്കാണ്. ഇമാർക്ക് പൊക്കത്ത് ഷീറ്റൊക്കെ കെട്ടി കൊടുത്തായിരുന്നു. പക്ഷേ ഈ ചൂട് കൂടുന്ന സമയത്ത് ഞാൻ ഷീറ്റ് അഴിച്ച് മാറ്റി അങ്ങ് ഇടും. പിന്നെ ഇപ്പോൾ അത്യാവശ്യം തണുപ്പുള്ളതുകൊണ്ട് അവന്മാർക്ക് തണുപ്പ് തന്നെയാണ് ഇഷ്ടവും. അപ്പോൾ ആ ഒരു കാരണത്താൽ ഷീറ്റെല്ലാം ഞാൻ അഴിച്ച് മാറ്റി. പിന്നെ കിടക്കണ നമ്മുടെ റബ്ബറിൻ്റെ മാറ്റാണ്. മണ്ണ് വെട്ടി നല്ല ലെവലാക്കിയിട്ട് ഒരു തറ പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലിട്ട് റബ്ബറിൻ്റെ മാറ്റ് ഇട്ട് കൊടുത്തേക്കുക. അതാകുമ്പോൾ നമുക്ക് ചാണാനാണേലും വേസ്റ്റായിട്ട് പോവില്ല. നമുക്ക് ഇവിടെ ചാണാൻ പച്ചക്കറിക്ക് ഇടാനും ഓരോ ആവശ്യത്തിനായിട്ട് എടുക്കുന്ന ആളുകളുമുണ്ട്. പിന്നെ നമ്മുടെ ഈ കാണുന്ന പറമ്പിലേക്ക്, നമ്മുടെ പറമ്പല്ല, നമ്മൾ നോക്കുന്ന പറമ്പ് തന്നെയാണ്, ആ പറമ്പിനകത്തേക്ക് ആവശ്യത്തിന് ചാണാൻ ഇട്ട് കൊടുക്കാനും പറ്റും. അപ്പം മാസം നമുക്കൊരു തുകയായിട്ട് കൈ കിട്ടും. അങ്ങനെയാണ് ചെയ്യണം. അത് പശുവിൻ്റെ ആണെങ്കിലും പോത്തിൻ്റെ ആണെങ്കിലും. ഇവന്മാരുടെ കൂടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്കൊരു ചാണകക്കുഴിയുണ്ട്. നമ്മൾ അതിനകത്തേക്കാണ് ഇട്ട് കൊടുക്കണേ. പിന്നെ ഈ കാണുന്ന ബക്കറ്റിൽ ഞാൻ എടുത്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ പച്ചക്കറിയുടെ ആവശ്യത്തിന് വേണ്ടി ഓരോരുത്തർ കൊണ്ടുപോകാൻ വേണ്ടി ബക്കറ്റ് കൊണ്ട് വെച്ചേക്കണതാണ്. അപ്പം ഞാൻ അതിനകത്തേക്ക് നിറച്ച് വയ്ക്കും. അവർ വന്ന് വണ്ടിക്ക് എടുത്തുകൊണ്ട് പൊക്കോളും. അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ ഒരു 2 ദിവസത്തെ ചാണാൻ തന്നെ ആകുമ്പോൾ ഒരു 5 ബക്കറ്റൊക്കെ നിറയും ശരിക്കും പറഞ്ഞാൽ. ഇതിപ്പോൾ 2 പേരും ഇന്ന് അടങ്ങി ഒതുങ്ങി നിൽക്കണതാണ്. ചില സമയങ്ങളിൽ നമ്മുടെ എടുത്തിട്ട് നമ്മുടെ തൊഴിക്കാൻ തന്നെ മേത്തിട്ട് ഇടിക്കാനൊക്കെ വരും. ഇന്നിപ്പോൾ എന്താണെന്നറിയില്ല, വീഡിയോ എടുക്കണം കണ്ടിട്ടാന്ന് തോന്നുന്നു ഭയങ്കര ഡീസൻ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കാണിക്കണുണ്ടല്ലേ, എൻ്റെ കൈയൊക്കെ ഒരുമി ഇങ്ങനെ നിൽക്കും. ചില സമയം അവൻ വളരെ കൂതറയാണ്. ചിലപ്പോൾ പുള്ളിയിലിങ്ങനെ നമ്മൾ പിടിക്കാൻ നേരത്ത് കാലെടുത്ത് തൊഴിക്കുക. ഇതൊക്കെ തന്നെയാണ്. ആദ്യം ഇത് ചാണാൻ മാറി കഴിഞ്ഞിട്ട് ആദ്യം ചെറിയ പോത്തിനെയാണ് ഞാൻ കൊണ്ടുപോകണേ. സൈസിലെ ആൾ ചെറുതാട്ടോ. 2 പേരും ഒരേ പ്രായം കണ്ടോ തോന്നുന്നു, നമുക്കറിയില്ല, കൊണ്ടുവന്നതല്ലേ. അപ്പോൾ ഇവനാണെങ്കിൽ അത്യാവശ്യം കൊമ്പും നല്ല രീതിയിൽ വളർച്ചയുണ്ട്. നല്ല കൊമ്പാണ്. എനിക്ക് ഒരു പ്രാവശ്യം ഞാൻ ഇവരുടെ കയറഴിച്ചുകൊണ്ട് നിന്നപ്പോൾ തന്നെ ഇവൻ ഈ കുരിഞ്ഞ് പൊങ്ങിയ സമയത്ത് തന്നെ നെറ്റിക്കിട്ട് കിട്ടിയതാണ്. അത് കുറച്ച് ദിവസം മുഴച്ചൊക്കെ ഇരുന്ന് വെച്ചാൽ അത് കാരണം ഇപ്പോൾ കയറഴിക്കുമ്പോൾ സൂക്ഷിച്ചയക്കുള്ളൂ. നല്ല സ്ട്രോങ് ആയിട്ടൊക്കെ ഇട്ടുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടുകാർ നല്ല നാട്ടുകാരായതുകൊണ്ട് രാത്രി പോത്തിന് അഴിച്ചു വിടുന്ന സ്വഭാവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ആരോ വന്ന് രാത്രി ഒരെണ്ണത്തിന് അഴിച്ചു വിട്ടായിരുന്നു. ദൈവപുരത്തം കൊണ്ട് ഇവന്മാരെ അഴിച്ചു വിട്ടിട്ട് ഞാൻ ഈ 3 കെട്ട് നമ്മുടെ തെങ്ങേട്ട് കെട്ടി വയ്ക്കണോണ്ട് ഇവന് പോകാൻ പറ്റിയില്ല. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അപ്പുറം വെച്ചേക്കണ വാഴയും സാധനങ്ങളും ഒക്കെ ചിലപ്പോൾ രാത്രി തിന്ന് കളയും. ഇതിപ്പോൾ പുള്ളി ഞാൻ അവനെ കൊണ്ടുപോകണം നോക്കി നിൽക്കണതാണ്. ഇത് വലിയ പോത്താണ്. വലിയ പോത്തെന്ന് പറഞ്ഞാൽ സൈസ് ഇട്ടാ അവരുടെ ഓരോ ഇതനുസരിച്ചാണ് ഞാനീ പറയണേ. വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അത്യാവശ്യം ആൾ സൈസാണ്, കുഴപ്പമൊന്നുമില്ല, വളർച്ചയുണ്ട്. ഇവന് നല്ല വളർച്ചയാണ് കാര്യം പറഞ്ഞാൽ. പക്ഷെ മറ്റവന് എത്ര ഫുഡ് കൊടുത്താലും എന്നാൽ ആവശ്യത്തിൽ ഇവനേലും കൂടുതൽ ഫുഡും പുള്ളി കഴിയും. പക്ഷെ വളർച്ചയുടെ കാര്യത്തിൽ ഭയങ്കര പിന്നോക്കാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഇവർ വന്നിട്ട് ഏതാണ്ട് 8 മാസത്തിൽ കൂടുതലായിട്ടുണ്ട്. പക്ഷെ അതിനത്ര ഒരു വളർച്ച കാണിക്കുന്നില്ല. വളരുമെന്ന് വിചാരിക്കുന്നു. ആൾ കൂളാട്ടോ. ഞാനുമായിട്ട് നല്ല കമ്പനിയാണ് പുള്ളി.